ഒരു കാലത്ത് ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായവരിൽ ഒരാളായിരുന്നു ശനിദേവൻ. അദ്ദേഹം സൂര്യദേവന്റെ പുത്രനും നീതിയുടെയും കർമ്മഫലങ്ങളുടെയും ദേവനുമായിരുന്നു. ശനിദേവന് ലോകത്തിൽ മറ്റെന്തിനേക്കാളും പ്രിയം തന്റെ ആരാധന ദേവനായ മഹാദേവനോടുള്ള ഭക്തിയായിരുന്നു. തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം മഹാദേവന്റെ ധ്യാനത്തിലും പൂജയിലും മുഴുകി കഴിച്ചുകൂട്ടി. ശനിദേവന്റെ ഭാര്യ ധാമിനി അങ്ങേയറ്റം സൗന്ദര്യവും തേജസ്സുള്ളവളും ഭർത്താവിനോട് അചഞ്ചലമായ ഭക്തിയുള്ള സതിയുമായിരുന്നു. ഒരിക്കൽ ധാമിനി ദേവി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹവുമായി അദ്ദേഹത്തെ സമീപിച്ചു. അവർക്കൊരു കുഞ്ഞു വേണം എന്നതായിരുന്നു ആഗ്രഹം. ഇത് ശനിദേവനെ അറിയിക്കാനും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാനുമായി ധാമിനി ദേവി മനോഹരമായി അണിഞ്ഞൊരുങ്ങി ഭർത്താവിന്റെ ശ്രദ്ധ ആകർഷിക്കാനായി അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നു. എന്നാൽ എപ്പോഴും ശനിദേവൻ ആഴത്തിലുള്ള ധ്യാനത്തിലായിരുന്നതിനാൽ ധാമിനി തന്റെ ആഗ്രഹം അറിയിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒട്ടും മാറിയിരുന്നില്ല. ഭർത്താവ് തന്നെ പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ധാമിനി ദേവിയുടെ ഹൃദയം വേദനിച്ചു. തന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെയും സൗന്ദര്യത്തെയും അവഗണിച്ചതിൽ അവൾക്ക് അതിയായ കോപം വന്നു. ആ കോപത്തിന്റെ തീവ്രതയിൽ അവർ ശനിദേവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: സ്വാമി, അങ്ങയുടെ കണ്ണ് സ്വന്തം ഭാര്യയുടെ ആഗ്രഹമോ സൗന്ദര്യമോ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങയുടെ ദൃഷ്ടി ആരുടെ മേൽ പതിക്കുന്നുവോ അവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും. ശനിദേവന്റെ ഭക്തിക്ക് കോട്ടം വരുത്തിക്കൊണ്ടുള്ള ഒരു ശാപമായിരുന്നു അത്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ധ്യാനം കഴിഞ്ഞെഴുന്നേറ്റപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശനിദേവനും മനസ്സിലായി. തന്റെ അശ്രദ്ധയ്ക്ക് അദ്ദേഹം ഭാര്യയോട് മാപ്പപേക്ഷിച്ചു. എന്നാൽ ഒരു സതിയുടെ വാക്ക് വെറുതെ ആകില്ലല്ലോ. ധാമിനി ദേവിക്ക് പോലും താൻ കൊടുത്ത ശാപം പിൻവലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ ദൃഷ്ടി ലോകത്തിന് ദുരിതമുണ്ടാക്കരുത് എന്ന് ആഗ്രഹിച്ച ശനിദേവൻ അന്നു മുതൽ ശിരസ് കുനിച്ച് നടക്കാൻ തുടങ്ങി. മറ്റൊരാളുടെ മേൽ തന്റെ ദൃഷ്ടി നേരിട്ട് പതിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെയാണ് നീതിമാനായ ശനിദേവന് വക്രദൃഷ്ടി ലഭിച്ചത്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടുമ്പോഴും കൂടെയുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ആ ശ്രദ്ധക്കുറവ് പിന്നീട് വലിയ വിഷമങ്ങളിലേക്ക് നയിച്ചേക്കാം. ഹർ ഹർ മഹാദേവ്. ഓം ശനീശ്വരായ നമഃ.